ബഹുമാനവുമെല്ലാം നിറഞ്ഞ നല്ലവരായ മദനീയം കുടുംബങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ 12ാമത്തെ ദിവസത്തിലാണ് നാട്ടുകാരുള്ളത്. നമ്മൾ 13ാമത്തെ ദിവസത്തിലാണ്. عن أبي سعيد رضي الله عنه أن النبي صلى الله عليه وسلم ما من مسلم يدعو الله بدعوة ليس فيها مأثم ولا قطيعة رحم إلا أعطاه إحدى ثلاث: إما أن يستجيب له دعوته أو يصرف عنه من السوء مثلها أو يدخر له من الأجر مثلها. قالوا يا رسول الله إذا نكثر؟ قال الله أكثر. നമ്മൾ അല്ലാഹുവിനോട് നടത്തുന്ന ദുആകൾ, പ്രാർത്ഥനകൾ, അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദുആകൾ എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ്. ദുആരക്കും തോറും അല്ലാഹുവിനെ ദുആ ചെയ്യുന്നവരോട് വലിയ ഇഷ്ടം തന്നെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ പൊരുത്തവുമെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അതിനേറ്റവും നല്ല വഴിയാണ് നാഥനായ റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ ഒരു ദുആയും വെറുതെയാവുകയില്ല. അതുകൊണ്ടാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, മാ മിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ മഅസം വലാ ഖതിഅതു റഹിം ഇല്ലാ അഅതാഹ് ഇഹ്ദാ സലാസ്. ഏതൊരു മുസ്ലിം ഒരു കുറ്റമില്ലാതെ, കുടുംബബന്ധ വിച്ഛേദമോ ഇല്ലാതെ ഏതൊരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തിയാലും ആ പ്രാർത്ഥന മൂന്നിലൊരു കാര്യം അള്ളാഹു അവന് നൽകാതിരിക്കില്ല. മൂന്നിലൊരു കാര്യം എന്തായാലും അള്ളാഹു അവനിക്ക് നൽകും. ഏത് പ്രാർത്ഥനകളുടെയും സത്ത അതാണ്. നാഥനായ റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോ റബ്ബ് നമ്മളെ വെറുതെയാക്കുകയില്ല. പക്ഷേ കുടുംബ ബന്ധം വിച്ഛേദിക്കാതെ ആയിരിക്കണം. അതുപോലെ തന്നെ തെറ്റുകളിൽ ആപതിക്കാതെ ആയിരിക്കണം. കുറെ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് ദുആ ചെയ്താലോ, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് ദുആ ചെയ്താലോ ദുആഇന് ഇജാബത്ത് കിട്ടാൻ തടസ്സമാണ് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അപ്പൊ കുടുംബ ബന്ധങ്ങൾ മുറിക്കാതെ, തെറ്റുകളിൽ ആപതിക്കാതെ ഒരാൾ റബ്ബിനോട് ചോദിച്ചാൽ മൂന്നിലൊരു കാര്യം അല്ലാഹു എന്തായാലും നൽകും. ഇമ്മാ അൻ യസ്തജീബ ലഹു ദഅവതാ, ഒന്നാമതായി അല്ലാഹു അയാളുടെ ദുആഇന് ഇജാബത്ത് നൽകുകയാണ്. ഒരിക്കൽ അല്ലാഹു ദുആഇനെ നേരിട്ട് ഇജാബത്ത് കൊടുക്കും. ഇനി രണ്ടാമത്തതോ, അല്ലെങ്കിൽ ഔ യസ്രിഫ് അൻഹു മിനസ്സൂഇ മിസ്ലഹാ, അല്ലെങ്കിൽ അതെ ഒരു വലിയ തിന്മയിൽ നിന്ന് അല്ലാഹു അവനെ തിരിച്ചു കളയുന്നതാണ്.
ഒന്നിരിക്കൽ ചോദിച്ചതിന് നേരിട്ട് ഉത്തരം കൊടുക്കും. എന്താണോ ചോദിച്ചത് അള്ളാഹു ആ ചോദിച്ചതിന് ഉത്തരം അങ്ങോട്ട് നേരിട്ട് കൊടുക്കും. അതിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ രണ്ടാമത്തത്, അയാളെ ഒരുപക്ഷെ ഉത്തരം കൊടുത്തില്ല എന്ന് വരാം, പക്ഷേ വലിയ മാരകമായ തെറ്റുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തി എന്ന് വരാം. ഔ യദ്ഖിറ ലഹു മിനൽ അജ്രി മിസ്ലഹാ. ഇനി അതൊന്നുമല്ല എങ്കിലോ അയാൾ ദുആ ചെയ്തതിന്റെ പ്രതിഫലമായി വലിയ ഒരു പ്രതിഫലം അല്ലാഹു മാറ്റിവെച്ചു എന്ന് വന്നേക്കാം. നിക്ഷേപമായി വെക്കുമെന്നാണ്. അത് ആഖിറത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. അത് അവനിക്കൊരു നിക്ഷേപമായിട്ടുണ്ടാവും. അവിടെ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ബേജാറാക്കണ്ട. അതിന്റെ പ്രതിഫലം അല്ലാഹു തരാൻ തീരുമാനിച്ചത് ആഖിറത്തിലാണെങ്കിലോ ആഖിറത്തിൽ അല്ലാഹു തരാനാണ് തീരുമാനിച്ചതെങ്കിലോ അങ്ങനെ ഉണ്ടാവും. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ദുആ വെറുതെയാവൂല. ഒന്നിരിക്കൽ നേരിട്ട് ഉത്തരം അല്ലാഹു തരും, അല്ലെങ്കിൽ അല്ലാഹു വലിയ അപകടങ്ങളിൽ നമ്മളെ കാത്തു രക്ഷിക്കും, അല്ലെങ്കിൽ അല്ലാഹു അതൊരു നിക്ഷേപമായിട്ട്, ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും. ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, ആഖിറത്തിൽ അതിന്റെ കൂലി ലഭിച്ചാൽ ആളുകൾ പറയുമത്രേ, എന്റെ ഒരു ദുആയും അല്ലാഹു സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്ര കൂലിയാണ് അല്ലാഹു കൊടുക്കുക. ഒരൊറ്റ ഒരു ദുആയിന് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ദുആ ചെയ്താലും ഇത് വെറുതെയായി പോകുമെന്ന് ആരും കരുതേണ്ടതില്ല. ഒരിക്കൽ അപ്പ കിട്ടും, അല്ലെങ്കിൽ അള്ളാഹു പിന്നീട് അതിന്റെ കൂലിയെ മാറ്റിവെക്കും. അങ്ങനെ കൂലിയെ മാറ്റിവെക്കുന്നവരിലും നമ്മളെപ്പെട്ടും. അങ്ങനെ എന്നിട്ട് ഖാലൂ യാ റസൂലല്ലാഹ്, ഇതിങ്ങനെ കേട്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, പൊന്നാര നബിയേ, ഇദൻ നുക്സിറൂ, അതുകൊണ്ട് ഞങ്ങൾ ദുആയിനെ വർദ്ധിപ്പിക്കും നബിയേ. അതുകൊണ്ട് ദുആയിനെ നമ്മൾ കൂടുതലാക്കും. നമ്മൾ ധാരാളം ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ദുആയിന് യാതൊരു കുറവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂല. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, ഖാല അല്ലാഹു അക്സറൂ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആയിനെ വർദ്ധിപ്പിച്ചാൽ ആ റബ്ബ് ഏറ്റവും വർദ്ധിപ്പിക്കുന്നവനാണ്. അല്ലാഹു അക്സറൂ, അല്ലാഹു ഏറെ വർദ്ധിപ്പിക്കുന്നവനാണ്. ദുആ വർദ്ധിപ്പിക്കുന്തോറും അല്ലാഹു നമുക്ക് ധാരാളം നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദ്വാരക്കുക, നല്ലോണം ദ്വാരക്കുക. എത്ര ദ്വാരുന്നാലും അതൊരു കുറവ് ആവുകയില്ല, അത് നഷ്ടപ്പെടുകയില്ല. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തിത്തരട്ടെ. എങ്ങനെ ദ്വാരക്കണം? ലൈസ ഫീഹാ മഅസം, തെറ്റുകൂടാതെയുള്ള ദുആയാണ് പറയുന്നത്. ഏതാണ് ഈ തെറ്റുകൂടാതെയുള്ള ദുആ? കുറ്റമറ്റതായ, കുറ്റമില്ലാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലൈസ ഫീഹാ മഅസം, തെറ്റുകളില്ലാതെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റവുമില്ലാത്ത ഒരു ദുആ.
അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊരാള് നശിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. വേറൊരാള് നശിക്കാൻ വേണ്ടി ദുആർന്ന് അള്ളാഹ് സ്വീകരിക്കുന്ന അതൊരിക്കലുമില്ല. അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. അങ്ങനെ ദ്വാരന്നിട്ട് അയാൾക്ക് ഈ 3 ഗുണം കിട്ടൂല. ആ ദുആ ഒന്നും ആഖിറത്തിലേക്ക് അള്ളാഹു മാറ്റി വെക്കൂല, കൂലിയായിട്ടൊന്നും തരൂല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഒരാൾ നശിക്കാൻ വേണ്ടി ദ്വാരക്ക, ആ ദുആ തന്നെയല്ല. അങ്ങനെ ദ്വാരെന്നാൽ ദുആഇന്റെ ഒരു ചെറിയ ഫലം പോലും അള്ളാഹു തരൂല. വേറൊരാള് നശിക്കാൻ വേണ്ടി ദ്വാരക്കുന്നവൻ അങ്ങനെ ആക്കണേ അല്ലാ, ഇങ്ങനെ ആക്കണേ അല്ലാ, ഇതൊന്നൊരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മളങ്ങനെ ദുആ ചെയ്യേണ്ടവരുമല്ല. അതുപോലെ തന്നെ ഹറാമായ വിഷയങ്ങൾ നേടാൻ വേണ്ടി ദുആ ചെയ്യാം. ഒരു ഹറാമ് നേടാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കാം. അങ്ങനെയുള്ളവരും ഉണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ വളരെ ശക്തമായി പറഞ്ഞു, തെറ്റുകളൊന്നും ഇല്ലാത്ത ദുആ, അല്ലാതെ തെറ്റ് ചെയ്തവരുടെ ഭാഗത്തു നിന്ന് ഉള്ളവരുടെ ദുആ എന്നല്ല. തെറ്റ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ. നമ്മളെല്ലാവരും മഅ്സൂമീങ്ങളല്ലല്ലോ, അംബിയാ മുർസലീങ്ങളല്ലല്ലോ. തെറ്റുകൾ ഉണ്ടാവും, എന്നിട്ട് ദുആ ചെയ്തിട്ട് ദുആ സ്വീകരിക്കൂല എന്നല്ല. തെറ്റുകൾ ചെയ്യുമ്പോ സ്വാഭാവികമായി തെറ്റുകൾ വന്നു പോകാം, എന്നിട്ട് റബ്ബ് ദുആ സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. തെറ്റുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അവ ഹറാമിനെ എനിക്ക് എന്തെങ്കിലും ഹറാമായ ഒരു കാര്യം വേണ്ടി ദ്വാരക്കുക, ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി ദ്വാരക്കുക. അല്ലാഹുവേ, എന്റെ ഫോൺ ഇന്നവള് എടുക്കണേ അല്ലാ. ഒരിക്കലും അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു ബന്ധാണ്. അപ്പൊ ആ ബന്ധത്തിൽ അപ്പുറത്തുള്ള പെണ്ണ് ഒരു പക്ഷേ ഫോൺ എടുക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കുണ്ട്. ഇസ്ലാമിൽ അള്ളാന്റെ ദീനിൽ അത് പൊരുത്തപ്പെടാത്തതാണ്. അപ്പൊ അല്ലാഹുവേ, എന്റെ ഫോൺ അയാൾ എടുക്കണേ അല്ലാ, ഇങ്ങനെ ദുആ ചെയ്യാവോ? അല്ലെങ്കിൽ ആ പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു ഹറാമായ വിഷയത്തിന് വേണ്ടിയുള്ള ഒരു ദുആ ഇതൊരിക്കലും പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, ഹറാമായ ഒരു വിഷയത്തിന് നാഥനായ റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആഇന്റെ ഉത്തരം അല്ലാഹു തരുകയില്ല എന്ന് മാത്രമല്ല, അയാൾ അഥവാ തന്നില്ല എങ്കിൽ അതിന്റെ കൂലി ആഖിറത്തിലേക്ക് മാറ്റിവെക്കലോ ഒന്നും ഉണ്ടാവൂല. അതുപോലെ കുടുംബ ബന്ധം വിച്ഛേദനത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇന്നാലിന്ന ഉപ്പയെയും ഇന്നാലിന്ന ഉമ്മയെയും ഇന്നാലിന്ന മക്കളെയും നീ തെറ്റിക്കണേ അല്ലാ, അവർക്കിടയിൽ നീ അനൈക്യം നൽകണേ അല്ലാ, ഭിന്നിപ്പ് നൽകണേ അല്ലാ എന്ന് ദുആർക്കാൻ പറ്റുമോ? പാടില്ല. എന്റെ പിതാവിന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും എന്റെ അനുജന്റെയും ഇടയിൽ നീ തെറ്റിക്കണേ അല്ലാ. അങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നവരുണ്ട്. ഉപ്പാന്റെയും സഹോദരന്റെയും ഇടയിൽ നീ അവർക്കിടയിൽ നീ ബന്ധവിച്ഛേദനം നൽകണേ അല്ലാ എന്ന് ദുആർക്കാൻ പറ്റുമോ? പാടില്ല, ഒരിക്കലും പാടില്ല. പിന്നെയോ പ്രാർത്ഥന എപ്പോഴും നമ്മൾ അതിങ്ങനെ പതിവാക്കണം. പ്രാർത്ഥന പതിവാക്കൽ സുന്നത്താണ്. വയുൻദബു തഅമീമു ഫിദ്ദുആഇ ലിഖബരിൽ മുസ്തഗ്ഫിരി മാ മിൻ ദുആഇൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖൗലിൽ അബ്ദി അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ മഗ്ഫിറതൻ ആമ്മതൻ എന്നാണ് ദുആരക്കേണ്ടത്. അതല്ല എനിക്ക് മാത്രം പുറത്തു തരണം എന്നല്ല. അല്ലാഹുവേ, മുത്തു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ. ഇങ്ങനെ ദുആ വ്യാപകമാക്കണം. ഒരാൾക്ക് വേണ്ടി മാത്രം ദുആരക്കലല്ല.
നമ്മളൊക്കെ സ്വാർത്ഥ താല്പര്യക്കാരായി പോകുന്നുണ്ട് അല്ലെ. നമുക്ക് വേണ്ടി മാത്രം ദ്വാരക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനല്ല ദ്വാരക്ക. നമുക്ക് വേണ്ടി മാത്രം ഒരു ദ്വാ. അല്ലാഹുവേ എന്നെ നന്നാക്കണേ, എനിക്ക് ഖൈറ് ചെയ്യണേ, എനിക്ക് ബറക്കത്ത് ചെയ്യണേ, എനിക്ക് ഗുണം ചെയ്യണേ, എന്നെ നന്നാക്കണേ, അങ്ങനെ എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് സമ്പത്ത് തരണേ, എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് 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 ഇങ്ങനെയുള്ള ദുആ അല്ല. ദുആ വ്യാപകമാക്കണം. ദുആഇനെ വ്യാപകമാക്കൽ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദുആ. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ദ്വാരക്കേണ്ടത്. അല്ലാതെ ഞാന് 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 എന്ന് പറഞ്ഞിട്ടില്ല ആ ദുആ ഉണ്ടല്ലോ, അത് പാടില്ല. അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. മാഷാ അല്ലാഹ്. മഹാന്മാരായ വലിയ ഫുഖഹാക്കളെ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കേട്ടു ഒരാൾ ദ്വാരക്കുന്നത്. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, അല്ലാഹുമ്മഗ്ഫിർലി അല്ലാഹുമ്മഗ്ഫിർലി. എപ്പോഴും ദ്വാരക്കുമ്പോ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന് ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത് കേൾക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഇടയായി. സമിഅ റജുലൻ യഖൂലു അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുന്നത് ഒരാൾ ദുആരക്കുന്നത് കേൾക്കാൻ ഇടയായി. ഫഖാല വൈഹക് ലൗ അമ്മംത ലസ്തുജീബ ലക വഫി ഉഖ്റാ അന്നഹു ലറബ മൻകിബ മൻ ഖാല ഗ്ഫിർലി വർഹംനി. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഷ്ടം, വൈഹക്, കഷ്ടം. നിങ്ങൾ ആ ദുആ എങ്ങാനും ലൗ അമ്മംത ലസ്തുജീബ ലക, നിങ്ങളെങ്ങാനും ആ ദുആ എന്ന് വ്യാപകമാക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഇവിടെ പറയുമ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മുത്തുനബി നടത്തിയതുപോലെയുള്ള ദുആ നടത്തേണ്ട സമയങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തില് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു, അതല്ലേ നമ്മള് പിന്നെ അത്തഹിയ്യാത്തിൽ ഓതുന്നത്. അതുപോലെ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തില് അവിടെ മുത്തുനബി എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ദുആനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വ്യാപകമാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച, നമുക്ക് പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ദുആരക്കേണ്ടത് ആ ദുആ തന്നെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമ്മൾ മഗ്ഫിറത്തിന്റെ 10 ദുആരക്കുന്നത് അത് മുത്തുനബി അങ്ങനെയാണ് പഠിപ്പിച്ചത്, അങ്ങനെ തന്നെ ദുആരക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, എനിക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ, അത് അങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് ഓരോരുത്തരും അങ്ങനെ തന്നെ ദുആരക്കുക. അതേ സമയത്ത് മറ്റ് വ്യാപകമായി നമ്മൾ ദുആ ചെയ്യുന്ന ദുആ വേളകളിൽ എനിക്ക് വേണ്ടി മാത്രം ചോദിക്കാതെ എല്ലാവരെയും, അല്ലാഹുവേ എനിക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാ, എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ അല്ലാ. സ്വാർത്ഥ താല്പര്യക്കാരാവാൻ നമ്മൾ പാടില്ല. അങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വൈഹക്, നിനക്ക് നാശമാണ്, കഷ്ടം, കഷ്ടം. ലൗ അമ്മംത ലസ്തുജീബ ലക, നിങ്ങളെങ്ങാനും ആ ദുആഇനെ വ്യാപകമാക്കിയിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവർക്കും വേണ്ടി പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചിരുന്നേനെ.
അള്ളാഹു നിനക്ക് ഉത്തരം ചെയ്യുമായിരുന്നു. ആരാ പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിനക്ക് നിന്റെ ദുആഇന് ഇജാബത്ത് തന്നിരുന്നേനെ. വഫീ ഖുറാ, മറ്റൊരവസരത്തിൽ അന്നഹു ലറബ മൻകിബാ മൻ ഖാലഗ്ഫിർലി വർഹംനി ثم قال له عمم في دعائك فإن بين دعاء الخاص والعام كما بين السماء والأرض. വേറൊരു പ്രാവശ്യം അല്ലാഹു റസൂല് കേട്ടു വേറൊരാള് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് കരുണ ചെയ്യണേ. ثم قال له, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അയാളോട് പറഞ്ഞു, അമ്മിൻ ഫീ ദുആയിക്, ദുആഇനെ വ്യാപകമാക്കണം, എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും കരുണ ചെയ്യണേ എന്ന് ദുആഇനെ വ്യാപകമാക്കിയാൽ ഫഇന്ന ബൈന ദുആഇൽ ഖാസി വൽ ആമി കമാ ബൈന സമാഇ വൽ അർളി. ഖാസായ ദുആഇന്റെയും ആമായ ദുആഇന്റെയും ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ്. മാഷാ അല്ലാഹ്. ഒരാള് സ്വന്തത്തിന് ദുആ ചെയ്യുന്നതിനേക്കാളും ആമായിട്ട് ദുആ ചെയ്താൽ, എല്ലാവർക്കും വേണ്ടി റബ്ബിനോട് ചോദിച്ചാൽ, ആ ഖാസായ അയാൾക്ക് വേണ്ടി മാത്രം ചോദിക്കുന്ന ചോദ്യത്തിന്റെയും എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്ന ചോദ്യത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാള് ഒറ്റക്ക് ചോദിക്കുന്നതിനേക്കാൾ എനിക്ക് 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 എന്ന് ചോദിക്കുന്നതിനേക്കാളും എല്ലാവർക്കും, അതിലെല്ലാവരെയും കൂട്ടണം, എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കൂട്ടണം, എല്ലാവർക്കും വേണ്ടി ചോദിച്ചാൽ ആ ദുആഇന്റെയും അയാൾ സ്വന്തം ചോദിക്കുന്ന ദുആഇന്റെയും ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ്. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദുആ വ്യാപകമാക്കാം, എല്ലാവർക്കും വേണ്ടി. ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ വ്യത്യാസം? ആകാശം എത്ര കിലോമീറ്റർ അപ്പുറാണ്? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അപ്പുറത്താണ് ആകാശമുള്ളത്. നമ്മളിപ്പോ കാണുന്നത് മേഘാണ്. മേഘം ആകാശത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആകാശം എത്രയോ കിലോമീറ്റർ അപ്പുറാണുള്ളത്. ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള വ്യത്യാസമാണ് ഒരാള് വ്യാപകമായി ദുആ ചെയ്യുമ്പോൾ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിൽ കുറവ് വരുത്തരുത്, ഒരു നിസ്സാരമായ കാര്യമായി കാണരുത്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നമ്മുടെ ദുആകളൊക്കെ അങ്ങനെയായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ദുആയിന് വലിയ ഇജാബത്തുണ്ട് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാന് ആ ഒരു ശൈലി മുഅ്മിനീങ്ങൾ ഉപേക്ഷിക്കണം. ഞാന് എന്നുള്ളൊരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെയുണ്ട് ചില ആളുകൾക്ക്. എല്ലാത്തിനും ഞാൻ മാത്രം ഉഷാറായാൽ മതി, ഞാൻ മാത്രം നന്നായാൽ മതി, എനിക്ക് മാത്രം എല്ലാം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കുടുസായ കൽബായി നമ്മുടെ കൽബ് മാറാൻ പാടില്ല. നമ്മളിപ്പോ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ സമാധാനമാണ് നമ്മുടെ പ്രാർത്ഥന, ഇന്നത്തെ പ്രാർത്ഥന. ലോകത്തിന്റെ സമാധാനം, അതിന് നമ്മളെല്ലാവരും 1000 തവണ സൂറത്ത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. എന്നിട്ട് ആ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. എല്ലാവരും രക്ഷപ്പെടണം, എന്റെ ആളുകൾ മാത്രം, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുക. ലോകത്തിന് തന്നെ രക്ഷ വേണം, ലോകത്തിന് സമാധാനം വേണം, ലോകത്തെ എല്ലാ ജനങ്ങൾക്കും സമാധാനം ഉണ്ടാകണം. അങ്ങനെയുള്ള വ്യാപകമായ ഒരു ദുആ, അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിട്ട് അതിന്റെ പ്രതിഫലനങ്ങള് അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. എല്ലാവരും ഒന്ന് പരിശുദ്ധമായ സലാം എന്ന് പറഞ്ഞ് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളോട് ഒരു സലാം, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന സലാം, ആ സലാം പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതുകൊണ്ട് എല്ലാവരും സലാം പറയുന്ന സമയത്ത് ആ ലിങ്ക് എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് അയച്ചു, ഇന്നത്തെ പരിപാടിന്റെ ലിങ്ക് ഒന്നെല്ലാവരും അയച്ചു കൊടുക്കി. സലാം പറയുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ട് 2 കാര്യം ചെയ്യാം. ഒന്ന്, സലാം പറയാം, പറയുന്ന അതേ സമയത്ത് തന്നെ അതിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കി. എല്ലാവർക്കും വേണ്ടതാണല്ലോ. ഈ ദുബായിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് കുറഞ്ഞ ആളുകൾക്ക് ഉള്ളത്, കുറച്ച് ആളുകൾക്കില്ല, അങ്ങനൊന്നുമില്ല. എല്ലാവരും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പെടുന്നത് നമ്മുടെ നാട് തന്നെയാണ്. എല്ലാവരും ബുദ്ധിമുട്ടിലാകും, വലിയ പ്രയാസത്തിലാകും, ഒരു കാര്യവും നമുക്ക് നടക്കുകയില്ല. ഈ നാടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ നാട്ടുകളിൽ ഇസ്സത്തോടുകൂടെ ജീവിക്കുന്നത്. ഏത് കാര്യങ്ങളായാലും അത് A to Z എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ഇസ്സത്തോടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ്.
ഇവിടെ നിന്ന് അധ്വാനിച്ച് നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അപ്പോഴും ഉണ്ടാകുന്ന വിഷമം എത്രയാണ്. അതുകൊണ്ട് ഈ നാട്ടുകാരായ ഭരണാധികാരികൾ നല്ല ഭരണാധികാരികളാണ്. അവരുടെ മനസ്സ് നല്ല മനസ്സാണ്, അവരുടെ ഹൃദയം നല്ല വിശാലതയുള്ള ഹൃദയങ്ങളാണ്. അതുകൊണ്ട് ആരോടും അവർക്ക് കൊയ്ന്തില്ല, ആരോടും അവർക്ക് വെറുപ്പില്ല, ആരും നന്നാവുന്നത് അവർക്ക് ഇഷ്ടമില്ലാതിരിക്കുന്നതില്ല. എല്ലാം അവരനുവദിക്കുകയാണ്. നിങ്ങൾ അധ്വാനിച്ചോളൂ, പണം നാട്ടിലേക്ക് അയച്ചോളൂ, കൊണ്ടുപോയിക്കോളൂ, ജീവിച്ചോളൂ. അങ്ങനെ നല്ല വിശാലമായ കാഴ്ചപ്പാടുള്ള നല്ല ഭരണാധികാരികളാണ് ഈ UAE-യുടെയും അതുപോലെ GCC-യിലുള്ള എല്ലാ ഭരണാധികാരികളും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രശ്നമുണ്ടായാൽ അതൊക്കെ നമ്മുടെ മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങളാണ്, എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. നാഥനായ റബ്ബിനോടുള്ള ദുആയല്ലാതെ നമുക്കിപ്പോൾ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന് വേണ്ടിയും എല്ലാ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കൂട്ടമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ദുആ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ റബ്ബിന്റെ മുന്നിൽ വെക്കുന്നത് എല്ലാവരും ചൊല്ലുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഇസ്തിഗ്ഫാറുകളാണ്. ആ ഇസ്തിഗ്ഫാർ റബ്ബിന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ യജമാനനായ റബ്ബ് നമ്മളെ വെറുതെയാക്കുകയില്ല. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് ദുആരക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുമ്പോൾ തന്നെ ഇതിന്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام
السلام عليك أيها النبي ورحمة الله وبركاته. 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 صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه سلام صلوات تسليم على حميم زمرا زمرا ترحيب ترضيات عليه سلام. الهدى نورا يطفي نار الكفر فلما بدا في الدنيا دين
هدى والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام شهد الجمال ولب حيث ما استلى بدر مدينة شفاء أنت رسول الله والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام أمين البيت حتى ترجع لمن اصطاد سريعا ضمانا نبي وافت عليه سلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام قد ورم القدم بطول العمل قياما ديدنا لله قد غفر ذنوب للحبيب السلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام أسكن إلهي جنة الفردوس بحق طه المصطفى القريشي صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام ഇൻഷാ അല്ലാഹ് നമ്മൾ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നല്ല മനസ്സോടെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നല്ലതാണ്. അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടാനും നല്ലതാണ്. അതോടൊപ്പം പ്രശ്ന പരിഹാരത്തിനുള്ള വലിയ ഒരു ദുആവും നമുക്ക് നടത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ
العظيم أستغفر الله 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 العظيم إلهي أنت مقصودي ورضاك مطلوبي 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 100 തവണ നമ്മൾ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത 100 തവണ ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലണം, മനസ്സറിഞ്ഞ് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് റബ്ബ് വലിയ പരിഹാരം നമുക്ക് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
أستغفر الله العظيم 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 أستغفر الله
الله العظيم أستغفر 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 الله العظيم إلهي أنت مقصودي ورضاك مطلوبي 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 ഇൻഷാ അല്ലാഹ് 300 തവണ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ് കാനത്ത് ശജറത്തുൻ തുഅബദു മിൻ ദൂനില്ലാഹി ഫജാഅ ഇൻസാനുൻ ഇലൈഹ അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ആരാധിക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. ഒരു മരം ആ മരത്തിന് എല്ലാവരും ആരാധിക്കും. ഫജാ ഇൻസാനുൻ ഇലൈഹ ഒരാൾ അവിടേക്ക് വന്നു. ലഉഖത്തിഅന്ന ഹാദിഹി ശജറ ഞാൻ ഈ മരത്തെ മുറിച്ചു കളയും. ലയഖ്തഅഹാ ഗളബൻ ലില്ലാഹ് വലിയ ദേഷ്യത്തോടുകൂടെ ഇല്ല, ഈ മരം ഞാൻ ഒരിക്കലും വച്ചക്കൂല. അള്ളാഹുവിനെ അല്ലാതെ ഒരു മരത്തെ ജനങ്ങൾ ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ മരം ഞാൻ മുറിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ശൈത്വാൻ അങ്ങോട്ട് വന്നു. ഫഖാലമാ തുരീദ് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാളോട് ശൈത്വാൻ ചോദിക്കുകയാണ്. ഉരീദുവൻ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആരാധിക്കപ്പെടുന്ന ഈ വൃക്ഷമുണ്ടല്ലോ, ഇതിനെ ഞാൻ മുറിച്ചു കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ശൈത്വാന് മനുഷ്യരൂപത്തിൽ വന്ന ശൈത്വാൻ ചോദിച്ചു, ഇദാ അൻത ലം തഅബുദ്ഹാ ഫമാ യളുറക മിൻ അബ്ദിഹാ
ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങൾ അതിനെ ആരാധിക്കുന്നില്ലല്ലോ. മറിച്ച് ആരാധിക്കുന്നവരെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ മുറിക്കാൻ നിൽക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു ലൗഖത്തി അന്നഹ, അന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതിനെ മുറിച്ച് കളയുക തന്നെ ചെയ്യും. ഖാല ലഹു ശൈത്താൻ, അപ്പൊ ശൈത്താൻ പറഞ്ഞു ഹല്ലക ഫീമാ ഹുവ ഖൈറുൽ ലക്, എന്ത് ഖൈറാ നിനക്കുള്ളത്? അത് ഉപേക്ഷിച്ച് അത് മുറിച്ചു കളഞ്ഞത് കൊണ്ട് നിനക്ക് എന്ത് ഖൈറാണ് കിട്ടുന്നത്? നിനക്കതിനേക്കാളും ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? നീ എല്ലാ ദിവസവും അതിനെ മുറിക്കാതെ നീ പോയാൽ കുല്ല യൗമിൻ ഇദാ അസ്ബഹത ഇന്ദ വിസാദതിക, നീ എല്ലാ ദിവസവും അതിനെ ഒഴിവാക്കി നീ പോവുകയാണെങ്കിൽ നിനക്ക് ഞാൻ എല്ലാ ദിവസവും അങ്ങനെ നീ അതിനെ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ നീ കിടക്കുന്ന തലയണയുടെ അടിയിൽ 2 ദീനാർ നിനക്ക് ഞാൻ എല്ലാ ദിവസവും തരാം. സുബ്ഹാനല്ലാഹ്, എന്ത് ഉറപ്പാണുള്ളത്? ഞാനാണ് ഉറപ്പ് പറയുന്നത്, അത് കിട്ടുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അയാൾ തിരിച്ചുപോയി. അദ്ദേഹം തിരിച്ചുപോയി, രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഉറങ്ങുന്ന തലയുടെ അടിയിൽ 2 ദീനാറ് കാണുകയാണ്. വലിയ സന്തോഷായി. ഇങ്ങനെ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടുകയാണെങ്കിൽ വലിയതല്ലേ? പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോ 2 ദീനാർ കാണാനില്ല. അയാൾക്ക് പിന്നെയും ദേഷ്യം പിടിച്ചു. ആ മരം മുറിച്ച് കളയുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് മരത്തിന്റെ അടുത്തേക്ക് പോയി. എന്തായാലും ഞാൻ മുറിച്ച് കളയും. മനുഷ്യന്റെ രൂപത്തിൽ അതാ വീണ്ടും ശൈത്വാൻ വന്നു. എന്നിട്ട് പറഞ്ഞു മാ തുരീദ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പാ മനുഷ്യൻ പറഞ്ഞു ഉരീദു അൻ അഖ്തഅ ഹാദിഹി ഷജറ അല്ലതി തുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ റബ്ബിന് വേണ്ടിയല്ലാതെ ആരാധിക്കപ്പെടുന്ന ഈ മരത്തെ ഞാൻ വെച്ച് കളയൂല, ഇതിന് ഞാൻ മുറിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ശൈത്താൻ പറഞ്ഞു നിനക്കതിനെ മുറിക്കാൻ കഴിയൂല, ഒരിക്കലും നിനക്കതിനെ മുറിക്കാൻ കഴിയൂല, മുറിക്കാൻ വേണ്ടി ഞാൻ വിടൂല, നീ കളവാണ് പറയുന്നത്. ഖദബ്താ മാലക ഇലാ ദാലിക മിൻ സബീൽ, നിനക്ക് ഈ മരം മുറിച്ച് കളയാൻ കഴിയൂല, നീ കളവാണ് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, എനിക്ക് കഴിയും, എനിക്കതിനെ മുറിക്കാൻ കഴിയും, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ശക്തവാനാണ്. അങ്ങനെ മുറിക്കാൻ വേണ്ടി ഫദഹബ പോയപ്പോ സുബ്ഹാനല്ലാഹ്. ഇയാൾ അങ്ങോട്ട് പോയപ്പോ ഇബ്ലീസ് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. ശൈത്വാൻ ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. ആ അടിയിൽ അയാൾ അങ്ങോട്ട് വീണുപോയി. അയാളാകെ പേടിച്ചു പോയി. അയാളുടെ ചങ്ക് കഴുത്ത് പിടിച്ചിങ്ങനെ ഞെരിക്കാൻ തുടങ്ങി. അയാൾ മരിച്ചു പോകുമോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ അയാൾ ഇങ്ങനെ മരിച്ചു പോകുമോ എന്ന് തോന്നിയപ്പോ ഇബ്ലീസ് ശൈത്താൻ ചോദിക്കുകയാണ്, അത്തദ്രീ മൻ അനാ, ഞാൻ ആരാണ് നിനക്കറിയുമോടാ? അന ശൈത്താൻ, ഞാൻ ശൈത്താനാണ്. ജിഇത അവ്വല മറത്തിൻ ഗളബൻ ലില്ലാഹ് ഫലം യകുൻ ലീ സബീലുൻ ഫഖദഅതുക ബിദ്ദീനാറൈൻ
ഫതറക്തഹാ ഫലമ്മാ ജിഅത ഗളബൻ ലിദ്ദീനാറൈൻ. നീ ആദ്യം വന്ന സമയത്ത് നിന്നെ പരാജയപ്പെടുത്താനോ നിന്നെ ആക്രമിക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം നീ ആദ്യം വന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഷ്യം പിടിച്ചുകൊണ്ടാണ്, റബ്ബിന്റെ മാർഗത്തിലാണ് നീ വന്നത്. അതുകൊണ്ട് നിന്നെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല. നിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ തവണ നീ ദേഷ്യം പിടിച്ച് വന്നത് നീ റബ്ബിന്റെ മാർഗത്തിൽ വന്നതല്ല, നിനക്ക് ദീനാറ് കിട്ടാത്തത് കൊണ്ട് വന്നതല്ലേ. രണ്ടാമത്തെ തവണ നീ വന്നത്, ഒന്നാമത്തെ തവണ വന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നു. അവനായ റബ്ബിനെ കൂടാതെ ഒരു മരത്തെയും ആരെയും ആരാധിക്കാൻ പാടില്ല, അതിന് ഞാൻ മുറിച്ചു കളയുമെന്ന വലിയ ദേഷ്യത്തോടുകൂടെയാണ് നീ വന്നത്. ആ സമയത്ത് നിന്നെ തൊടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. നിന്റെ മുന്നിൽ ചില ചപ്പടി വിദ്യകൾ ഞാൻ ഒന്ന് പയറ്റി നോക്കി, അതിൽ നീ പെട്ടുപോയി. രണ്ടാമത്തെ തവണ നീ വന്നത് നിന്നെ യഥേഷ്ടം എനിക്ക് പിടിക്കാനും അടിക്കാനും കൊല്ലാനും കഴുത്ത് ഞെരിക്കാനും എനിക്ക് സാധിച്ചു. അതെന്തുകൊണ്ടാണ്? ആദ്യം വന്നത് നീ അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നു, അതുകൊണ്ട് നിന്നെ തൊടാൻ എനിക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ തവണ നീ വന്നത്, നിനക്ക് ആദ്യ ദിവസം നിനക്ക് 2 ദീനാറ് കിട്ടിയില്ലേ തലയണയുടെ അടിയിൽ നിന്ന്? പിറ്റേ ദിവസം എനിക്കത് കിട്ടിയില്ലല്ലോ. കിട്ടാതായപ്പോ നിനക്ക് എന്നോട് ദേഷ്യം വന്നില്ലേ? തരാമെന്ന് പറഞ്ഞ ദീനാർ എവിടെ എന്ന് ചോദിക്കാനല്ലേ നീ വന്നത്? അത് കാരണമല്ലേ നീ മരം മുറിക്കുമെന്ന് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ നീ വന്നത് നിനക്ക് പണത്തിന് വേണ്ടിയാണ്, ദീനാറിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, വലിയൊരു ചരിത്രമല്ലേ ഇത്? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്താലും അത് ശൈത്താന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് നമ്മുടെ ചിന്ത ദുനിയാവായാലോ, ദുനിയാവിന്റെ പത്രാസുകളായാലോ